കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് അറസ്റ്റിൽ. കോഴിക്കോട് കോവൂർ സ്വദേശി അൽഫാനെയാണ് ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 24-നാണ് വിദ്യാർത്ഥിയെ വെള്ളിമാട് കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, കഴിഞ്ഞ മാസം 24-നാണ് നിയമ വിദ്യാർത്ഥിനിയായ തൃശൂർ സ്വദേശിയായ മൗസ മെഹറിനെ വെള്ളിമാട് കുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ സുഹൃത്തായ അൽഫാനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും അറിയാൻ സാധിച്ചത് നിരന്തരമായി ഈ അൽഫാനുമായുള്ള ബന്ധത്തിൽ നിന്നും അൽഫാനുമായി ഈ വിദ്യാർത്ഥി ആദ്യഘട്ടത്തിൽ സുഹൃത്തായിരുന്നു. പിന്നീട് അവർ പ്രണയത്തിലാവുകയായിരുന്നു. പക്ഷെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊരു കാര്യം ഈ മരിച്ച പെൺകുട്ടി അൽഫാനോട് പറയുകയുണ്ടായി. എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അൽഫാൻ നിരന്തരം ഈ മരിച്ച പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ ഫെബ്രുവരി 23-ന് രാത്രിയിൽ ഈ അൽഫാൻ മൗസയെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബലമായി തിരിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാൻ സാധിച്ചത് ഈ അൽഫാനെതിരെ മഹാരാഷ്ട്രയിൽ ഒരു പണമിടപാട് കേസ് ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടാതെ ഈ അൽഫാന്റെ കയ്യിൽ നിന്നും ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വയനാട് വൈത്തരിയിൽ നിന്നാണ് ഈ പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.